5 വർഷം നോക്കാം. അതുവരെ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ പണിയും ചെയ്ത് തീർക്കലല്ലാതെ പുതിയ പണിയൊന്നും ഏറ്റെടുത്തില്ല. അപ്പം തന്നെ ഓഡീഷൻ പരിപാടി ഇങ്ങനെയൊക്കെയാണ് പോയത്. ഒരുപാട് കണക്കുറച്ച് 300-ലധികം ഓഡീഷനൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ ഒരു കൃത്യം കണക്കല്ല ഞാൻ ഏകദേശം പറയുന്നത്. അപ്പം ഒരു പക്ഷേ അതായിരിക്കും ജീവിതത്തിൽ അങ്ങനത്തെ ഒരു മൊമെൻ്റ് പറഞ്ഞു. ഒരുപക്ഷെ ആ തീരുമാനം അവിടെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ, അപ്പം സിമ്പിളായിട്ട് പറയാൻ വെച്ചാൽ എൻ്റെ വീട്ടിന് മുകളിൽ 2 റൂം കെട്ടണം എന്നുള്ളൊരു തീരുമാനത്തിനെടുക്കുകയാണ് വൈഫോട് സംസാരിക്കുന്നത്. മുകളിൽ 2 റൂം കെട്ടണം, സിനിമയിൽ ശ്രമിക്കണം, സിനിമയിൽ ശ്രമിച്ചോളൂ, റൂമൊക്കെ പിന്നെയും കെട്ടണം. ഇപ്പൊ കിട്ടി. ഇപ്പൊ സിനിമയിൽ വന്ന ശേഷം ഞാൻ അല്ല, അതായത് അത് ഒരു ചേഞ്ച് ആണല്ലോ ജീവിതത്തിൽ. ഒരു പക്ഷെ അന്ന് ഒരു മാറി ചിന്തിച്ച് ഉണ്ടെങ്കിൽ ഒരു പക്ഷെ ഇവിടെ ഇരിക്കില്ലായിരുന്നു. നമുക്ക് എല്ലാവരുടെയും ലൈഫിൽ ഓരോ പല പല സിറ്റുവേഷനിൽ ഇത് വരും, അല്ലെങ്കിൽ നമുക്കൊരു ഡിസിഷൻ, ഒരു റൈറ്റ് ഡിസിഷൻ എടുക്കേണ്ട ഒരു മൊമെന്റ് ഒക്കെ വരാറുണ്ടല്ലോ. അപ്പോൾ അവിടെ നമ്മൾ ഒരു സ്മാർട്ടായിട്ടൊരു ഡിസിഷൻ എടുത്തു കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ ജീവിതത്തിൽ പല മിറാക്കിൾസും സംഭവിക്കുന്നത്. അപ്പോൾ അതുപോലെ ഞാൻ സിനിമയിലേക്ക് എത്തുന്നത് അതുപോലെയൊക്കെ തന്നെ.